ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ലൈഫ് അടിച്ച് പൊളിക്കുക. ഒറ്റൊരു ലൈഫേ ഉള്ളൂ. അത് മാക്സിമം അടിച്ച് പൊളിച്ച് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ഒരു സോങ്സിൻ്റെ വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി അതൊരു സോങ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കേട്ട് നോക്കൂ. ആദിത്യനീ എൻ ലോകം, ആദിത്യനീ എൻ ജീവൻ, ആദിത്യനീ എൻ ഉലകം, ആദിത്യനീ എന്നും ഉയരും. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് അടൂരോട്ടാണ്. അടൂർ പച്ചക്കറി മാർക്കറ്റിൽ ഒന്ന് പോകണം. വേറെ 1-2 കാര്യങ്ങളുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ നേരെ ഒരു കൊച്ചു കടയിലോട്ട് കയറിയിട്ട് അവിടുന്ന് എന്താ ആഹാരമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും ദോശ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഉള്ളത് ആകെ ചൂടോടുള്ള പൊറോട്ടയും പിന്നെ കുറച്ച് വെജിറ്റബിൾ കറിയാണ്. അതൊരു വെജിറ്റബിൾ ഹോട്ടലാണ്. അപ്പോൾ അവിടെ വെജിറ്റബിൾ കറി മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളെന്ത് കൊടുത്തു, ഞാൻ പൊറോട്ടയും കടലക്കറിയും മേടിച്ചു. അവൻ കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ പൊറോട്ടയും ബാജിക്കറിയും മേടിച്ചു. അപ്പോൾ രാവിലെ തന്നെ പൊറോട്ടയും കടലയും കൂടെ നമ്മൾ തട്ടി. ഒരു രക്ഷയുണ്ടായില്ല, കിടിലൻ ടേസ്റ്റാണ്. ഈ ഒരു കടയിൽ നിന്ന് ആദ്യമായിട്ടാണ് ആഹാരം കഴിക്കുന്നത്, പക്ഷേ കിടിലൻ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ആദിത്യനീ എൻ ലോകം, ആദിത്യനീ എൻ ജീവമാദിത്യനീ എൻ ഉലകമാലെങ്കു നീയും. ഇതായിരുന്നു ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സോങ് ക്രിയേറ്റ് ചെയ്തത്. എൻ്റെ സ്വന്തം വരികളാണ്. സോ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സോങ് ക്രിയേറ്റ് ചെയ്ത് ഇടണം, യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പം എൻ്റെ തന്നെ ഒരു സോങ് സ്വന്തമായിട്ട് ചെയ്തിടണം എന്നുള്ളത്. എന്തായാലും ദൈവം സഹായിച്ച് ഈ 2025 നടന്നു. ഇതായിരിക്കും ഇനി നമ്മുടെ ഇൻട്രോ സോങ് ആയിട്ട് വരുന്നത്. ആദിത്യ എന്നുള്ള ആ ഒരു സോങ് ആയിരിക്കും. സോ എൻ്റെ പേര് വെച്ചിട്ടാണ് അങ്ങനൊരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ്, ഒരു മോട്ടിവേഷൻ, സെൻറ്റിമെൻറ്റ്സ്, ലവ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു സോങ് എഴുതിയതും ആ ഒരു ട്യൂൺ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദിത്യനീ എൻ ലോകം, ആദിത്യനീ എൻ ഇടയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി. അവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. സോ അവന് ചെറുതായിട്ടുള്ള 1-2 അസുഖമായിട്ട് കിടപ്പിലാണ്. അപ്പോൾ അവനൊന്ന് കയറി കാണാമെന്ന് ഓർത്തു. കാരണം നമ്മൾ കയറി കണ്ടു, അപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അവൻ പറഞ്ഞു നിങ്ങൾ മാത്രമേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മോശം അവസ്ഥയിൽ എന്നെ ഒന്ന് കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയൊക്കെ ചെയ്തു. സോ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് അവനങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോകുന്നതും അവന് നടക്കാൻ പറ്റാതാവുന്നതൊക്കെ, ഒരു ബുദ്ധിമുട്ടാവുന്നതൊക്കെ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ്. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. സോ മാക്സിമം എല്ലാവരും വണ്ടി ഓടിക്കുമ്പം, കാറാണെങ്കിലും എന്ത് വാഹനമായിക്കോട്ടെ, ബൈക്കാണെങ്കിലും ബൈക്ക് മാക്സിമം സൂക്ഷിക്കണം. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു അപകടം പറ്റാത്ത രീതിയിൽ നോക്കുക. അതുപോലെ റോഡിൽ കൂടെ നടന്നു പോകുന്നവരെയും പരിഗണിക്കുക. അപ്പം ബൈക്ക് എന്താ പറയുക, ഒരു പരിധി കൂടുതൽ നമ്മൾ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ബൈക്ക് നമ്മുടെ പിടിച്ചാൽ കിട്ടത്തില്ല, ബൈക്ക് സ്ലിപ്പാവും. മാക്സിമം ആക്സിഡൻറ്റ് കൂടുന്നത് ബൈക്കിൽ നിന്നാണ്. അപ്പം ഒരു പരിധി വെച്ച് നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന രീതിയിൽ ബൈക്ക് ഓടിക്കുക. ഓവർ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ വലിയ വാഹനമൊക്കെ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ മാക്സിമം സൂക്ഷിക്കുക. വാഹനം ഓടിക്കുമ്പം മാക്സിമം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിക്കുക. അല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കും. മാത്രമല്ല നമ്മളെ കൊണ്ട് വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയും വരും.
നമ്മുടെ വീട്ടുകാരെ എങ്കിലും ഓർത്തിട്ട് നമ്മൾ മാക്സിമം ബൈക്ക് ഓടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചു കൊടുക്കുക. ബൈക്ക് എന്നല്ല, കാറെന്നല്ല, എന്താണെങ്കിലും. പക്ഷേ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരുപാട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അവന് കുറച്ച് പലഹാരങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊട്ടുകടലയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. എന്തായാലും കുറേ നേരം അവനോട് സംസാരിച്ചു, അവൻ്റെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർക്ക് ഒരുപാട് ഹാപ്പിയായി. സോ ഞാൻ പറഞ്ഞു ലൈഫിലേക്ക് എന്തായാലും തിരിച്ചു വരാൻ അവന് പറ്റും. കാരണം അവന് കാലിന് ചെറിയൊരു ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി അത് റെഡിയാവും. പക്ഷേ ഇപ്പം കുറച്ച് ദിവസം എന്തായാലും 1 വർഷത്തോളം അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പം എനിക്കറിയാം ഈ ഒറ്റപ്പെടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു വയ്യാണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഡിപ്രഷനും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് കറക്റ്റ് അറിയാവുന്നുണ്ട്. അവനും എൻ്റെ കൂട്ടുകാരൻ ഇവനിക്കും അറിയാം. അപ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അച്ഛനമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ പിടിച്ചില്ല. വീഡിയോ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർക്കതൊരു വിഷമമായാലോ. കാരണം ഓൾറെഡി അവർ ഇങ്ങനെ ഇരിക്കുന്നു. ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്ക് കാണിക്കാം. അവരൊരു ആ ഒരു സാഹചര്യം കാണിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടുന്ന് ആ ഒരു വീഡിയോ പിടിക്കാതിരുന്നത്. എന്തായാലും അവന് പെട്ടെന്ന് തന്നെ സുഖമായിട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളും എൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക. എൻ ജീവമാകെ ഞാനീ അമ്പലകമാലൻ കുഞ്ഞിയും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് വ്ളോഗ് ചെയ്യുന്നത്, ആൾക്കാർ കാണാനില്ല, നിൻ്റെ റീൽസ് ആൾക്കാർ കാണാനില്ല, അല്ലെങ്കിൽ വ്ളോഗ് കാണാനില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. വെറുതെ എനിക്ക് വ്യൂവും വരുന്നില്ല, എന്തിനാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് കഴിയുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ ഇപ്പോൾ 2 വർഷമായി, ഇനി 3 വർഷമാവാം, ചിലപ്പോൾ 5 വർഷമാവാം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരു എഫേർട്ട് ഇട്ട് അത്രയും റിസ്ക് എടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അതെന്തായാലും സക്സസ്ഫുൾ ആവും. ആ ഒരു ഉറപ്പ് എനിക്കെന്നും ഉണ്ട്. കാരണം യൂണിവേഴ്സൽ പവർ നമ്മളെ കൂടെ നിൽക്കും. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ, സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ആ ഒരു ആഗ്രഹം പൂവണിയും നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലോട്ട് യൂട്യൂബ് ചാനൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ 2025 തന്നെ എനിക്കത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ആ ഒരു ഉറപ്പിൻ്റെ ബലത്തിലാണ് ഞാൻ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം തുടങ്ങിക്കഴിഞ്ഞാലും ഞാനത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു സ്വഭാവമാണ് എനിക്ക്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ആവേശമാണ്. സോ നമുക്കൊരു പ്രചോദനമാണ് നിങ്ങളുടെ ഓരോ കമൻറ്റും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ല നമുക്കും എന്താ പറയുക വ്യൂ വരും, അല്ലെങ്കിൽ നമുക്കും ഒരുപാട് ഷെയർ പോകും, ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും എന്നൊക്കെ നമുക്ക് ആൾക്കാർ കാണിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ സ്നേഹിക്കുന്നവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ നമുക്ക് വിജയിച്ച് കാണിക്കണം. അങ്ങനെ നമ്മൾ അടൂർ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. മാർക്കറ്റിൽ എത്തി അവിടെ കുറച്ചധികം നടക്കേണ്ടി വന്നു. കാരണം കടകളൊക്കെ ഓരോന്നോരോന്ന് തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാർക്കറ്റിൽ അങ്ങനെ സജീവമായിട്ടില്ല, മാർക്കറ്റ് അങ്ങ് സജീവമായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 8:30 മണിയൊക്കെ ആയതേ ഉള്ളൂ. 8:30 ആയതേ ഉള്ളൂ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറിയൊക്കെ മേടിച്ചു. അടൂരും പച്ചക്കറി മാർക്കറ്റിൽ ചന്തയിൽ നല്ല വിലക്കുറവുണ്ട്. നിങ്ങൾ പോയി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അവിടെ പോയി പച്ചക്കറി പർച്ചേസ് ചെയ്യുക, നല്ല വിലക്കുറവാണ്. അതിനിടയ്ക്ക് നമ്മളൊരു പൊതിച്ചോറ് മേടിച്ചു. കാരണം ചോറ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഫേമസ് ആയിട്ടുള്ളൊരു പൊതിച്ചോറ് കടയുണ്ട് അടൂർ പത്തനംതിട്ട റൂട്ടിൽ. സോ അവിടെ ഞാനൊരു കിടിലൻ പൊതിച്ചോറ് മേടിച്ചു. വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് ഓർത്തു. അപ്പം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ്. പൊതിച്ചോറ് കഴിക്കണമല്ലോ. അങ്ങനെ വീട്ടിലെത്തി. ഇതാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ച പൊതിച്ചോറ്. അത്യാവശ്യം നല്ല 2 പേർക്ക് കഴിക്കാനുള്ള ഹെവി വെയിറ്റുള്ള പൊതിച്ചോറാണ്. സോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചോറ് നല്ലോണം ഉണ്ട്. ഞാൻ മാക്സിമം ഒരാൾക്ക് കഴിക്കുന്ന ഫുഡ് പോലും ഞാൻ കഴിക്കില്ല, അതിൻ്റെ പകുതിയൊക്കെ കഴിക്കത്തുള്ളൂ. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാവുന്ന അത്രയും ഫുഡുണ്ട്. എനിക്കെന്തായാലും രാവിലെ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാം. ഇതിൽ 2 തരം മെഴുക്കുവരട്ടികളുണ്ട്. അത് രണ്ടും 2 തരം മെഴുക്കുവരട്ടികളുണ്ട്. അതൊന്ന് കോവക്കയുണ്ട്, അതുപോലെ വേറെ 1-2 വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ടുള്ള 2 തരം മെഴുക്ക് പുരട്ടി, ഒരു ചമ്മന്തി ഉണ്ട്,
അത് മാങ്ങാ ചമ്മന്തിയാണ്. കിടിലൻ ടേസ്റ്റുള്ളൊരു മാങ്ങാ ചമ്മന്തിയുണ്ട്. പിന്നെ അച്ചാറുണ്ട്. അത് നെല്ലിക്ക അച്ചാറാണ്. കൊച്ചു നെല്ലിക്ക അച്ചാറ്. പിന്നെ മുട്ട വറുത്തതുണ്ട്. അതിനോടൊപ്പരം മോര് കറിയും അവരൊഴിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാ ഉണ്ടായിരുന്നെ. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദിത്യനീ എൻ ലോകം, ആദിത്യനീ എൻ ജീവൻ, ആദിത്യനീ എൻ ഉലകം, ആദിത്യനീ എന്നും ഉയരും. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചമ്മന്തി എടുത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മാങ്ങാ ചമ്മന്തി. അതിനോടൊപ്പരം 2 മെഴുക്ക് പുരട്ടി, ഒരു മെഴുക്ക് പുരട്ടിയല്ല 2 മെഴുക്ക് പുരട്ടിയും പയറും ഒക്കെ ഇട്ടിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ചെറിയ ബീൻസ് ഉണ്ട്. അപ്പം 2 മെഴുക്ക് പുരട്ടി, പിന്നെ 1 വെണ്ടയും വേറെന്തൊക്കെയോ വെജിറ്റബിൾ മിക്സ്ഡ് ആണത്. അപ്പം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. പൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അടുത്ത നമുക്ക് കുറച്ച് മാങ്ങാ ചമ്മന്തി മിക്സ് ചെയ്ത്, മാങ്ങാ ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. എടുത്ത് നിൽക്കുവാണ് മാങ്ങാ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ്. മാങ്ങാ ചമ്മന്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വായിൽ കപ്പലോടണം, അമ്മാതിരി ടേസ്റ്റാണ് മാങ്ങാ ചമ്മന്തി. അതിനോട് ഇപ്പം അതിൻ്റെ മേലെ മുട്ട വറുത്തതും കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം. പറഞ്ഞറിയിക്കാൻ വയ്യ, ഒടുക്കത്തെ ടേസ്റ്റാണ്, സൂപ്പർ. ആ ഒരു വാഴയിലയിൽ കുറേ നേരം പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു വാഴയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ അതിലിറങ്ങിയിട്ടുണ്ട്. വാഴയിൽ ചോറ് പൊതിഞ്ഞതൊരു പൊതിച്ചോറാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ആ വാഴയിൽ നിന്നൊരു സ്മെല്ലും അതിനൊരു ടേസ്റ്റൊക്കെ ഇറങ്ങാനുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു മുളക് ചമ്മന്തിയുടെ ഇതും 2 മെഴുക്ക് പുരട്ടിയുടേതും അതുപോലെ മുട്ടയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ കിടന്ന് നല്ല, എന്താ പറയുക, തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഗംഭീര ഒരു സ്മെല്ലാണ് കിട്ടുന്നത്. കഴിക്കാൻ പറയേണ്ട, ഒരു രക്ഷയില്ല. പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ തന്നെ മലയാളികളുടെ ഒരു വികാരമാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, അപ്പ് പ്ലും.